ഒരു പഴയ കാല ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. 90% പേർക്കും ഇതറിയാനുള്ള ചാൻസ് വളരെ കുറവാണ്. പണ്ട് ഗൾഫിലെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇത് ഉണ്ടാക്കിയിട്ട് പല ആൾക്കാർക്കും ഫ്ലോപ്പ് ആയി പോവാറുണ്ട്. പക്ഷെ ഇന്ന് ഒരു ഈസി ആയിട്ടുള്ള ഒരു വഴിയാണ് കാണിക്കുന്നത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് എന്തായാലും ഫ്ലോപ്പ് ആവാതെ കിട്ടും. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ശർക്കര പാനി റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പൊ ഒരു 2.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. പത്തിരിപ്പൊടിയല്ല കേട്ടോ, പുട്ടുപൊടിയാണ് എടുക്കേണ്ടത്. അപ്പൊ നല്ല തരിയുള്ള പുട്ടുപൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വെക്കാം. അപ്പൊ ഇതാ പുട്ടുപൊടി ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിരകിയ തേങ്ങ നമ്മൾ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കണം കേട്ടോ. ഇതിന്റെ പാലെല്ലാം ഒന്ന് ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ തേങ്ങ നല്ലപോലെ ഒന്ന് ഞെരടിയിട്ട് ഇതിന്റെ പാലെല്ലാം ഇളകി വന്നാൽ ഈ പുട്ടുപൊടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പൊ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. എള്ള് അല്ലെങ്കിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിനി ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നല്ല കുറുകിയിട്ടാണ് ശർക്കരപ്പാനി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 2.5 അച്ച് ശർക്കരക്ക് ഏകദേശം നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മീഡിയം മധുരമാണ് കേട്ടോ ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 3 അച്ച് ശർക്കര വരെ എടുക്കാം. അപ്പോൾ നല്ല മധുരം നല്ല ടേസ്റ്റിൽ ഉണ്ടാവും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ആദ്യം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതിന്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇതുപോലെ നമ്മൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഇതുപോലെ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. പക്ഷെ ഇങ്ങനെ കുഴച്ചാലും നമുക്കിത് ബോളാക്കി എടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് മൈദ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഏകദേശം 1 കപ്പോളം എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് ഒരുമിച്ച് ചേർക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ഇതിന്റെ പകുതി മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. മിക്സ് ആക്കി എടുത്താൽ പോരാ, നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ നമ്മൾ മൈദ ഇട്ടതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ആ ഒരു പാകത്തിലാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. മാക്സിമം നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്ന് കുറച്ച് മാവെടുത്തിട്ട് ആദ്യം ഇതുപോലെ കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടി ഷേപ്പ് ആക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഇതിന്റെ നടുക്കായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഹോൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിൽ ഹോൾ വരരുത്. അതായത് ഉഴുന്ന് വട പോലെ ആക്കണ്ട, ജസ്റ്റ് മുകളിൽ മാത്രം ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ മൊത്തം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടാക്കുക. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് കുറേ എണ്ണം ഒരുമിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനെല്ലാം പറ്റും. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ഒരു സൈഡ് ആയതിനു ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാൻ പറ്റൂ കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഒരു സൈഡ് നല്ലപോലെ കുക്കായി കഴിഞ്ഞിട്ട് മാത്രം മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ എപ്പോഴും ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നല്ലോണം കുറച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. എന്നാലേ ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒരു സൈഡ് ആയി കഴിഞ്ഞിട്ട് ഇതെല്ലാം ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സൈഡും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ബ്രൗൺ കളർ ആക്കണ്ട കേട്ടോ. ഇത് നമ്മൾ പുറത്തെടുത്തിട്ട് കുറച്ച് സമയം വെക്കുമ്പം ഇത് തനിയെ ഇതിന്റെ കളർ ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിൽ മാത്രം നിങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇത് മൊത്തം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തം കോരി മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം.
അപ്പൊ ഇതാ നമ്മുടെ മൊത്തം സ്നാക്കും റെഡി ആയിട്ടുണ്ട്. ഇതിന് അരീരം എന്നാണ് കേട്ടോ പറയാ. ഇത് പണ്ട് ഗൾഫിലെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പൊ കണ്ണൂർ ഭാഗത്തെല്ലാം ഉള്ളവർക്കെല്ലാം അറിയുണ്ടാവുമായിരിക്കും. അറിയുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നമുക്ക് കുറച്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാനെല്ലാം പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ.